മലപ്പുറം. നമ്മുടെ ബഹുമാനപ്പെട്ട ITC അല്ലെ, ഞാൻ സാറിന്റെ അവിടെ എറണാകുളത്ത് വെച്ച് ആദ്യം ITC എറണാകുളത്ത് നിന്നു. നമ്മുടെ ഗ്രേറ്റ് ലീഡറായിട്ടുള്ള സുരേഷ് സാറിന് നല്ല കൈകൊടുത്തി. അതുപോലെ തന്നെ നമ്മുടെ നിഷാന്ത് സാറിന് CTC നല്ല കൈകൊടുത്തി. നാളെ ഈ സ്റ്റേജ് വന്നാണ് എന്റെ പേരുടെ പരിചയപ്പെടുത്തി പേര് ബിജുമോത്തിനാണ്. ഇന്ന് എനിക്കിവിടെ മലപ്പുറത്ത് എനിക്ക് ഭയങ്കര സന്തോഷം. ഇതിലെവിടെയോ എന്റെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിച്ച കൂട്ടുകാരെ ഇപ്പോഴും കൈവക്കാം. എനിക്ക് ഭയങ്കര ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ, അതായത് ഏകദേശം ഒരു 30-40 വർഷത്തോളം കാണാതിരുന്ന ആളെയാണ് എനിക്കിന്ന് കണ്ടുകിട്ടിയത്. അപ്പം അത് പ്രത്യേകിച്ച് മലപ്പുറത്തുണ്ട്. ഭയങ്കര സന്തോഷം. പേര് ബിജുമേത്തിനാണ്, സ്ഥലം തൊടുപുഴ. ഇന്ന് നിങ്ങളുടെ കേട്ട ഈ ഓപ്പർച്യൂണിറ്റി 2016 എനിക്ക് കിട്ടിയത്. പല ആളുകൾക്ക് സംശയം ഉണ്ടാവാം. കുറെ ആളുകൾ കൈയടിക്കുന്നു, കുറെ ആളുകൾ കുറെ അച്ചീവ്മെന്റ്സ് പറയുന്നു. ഇത് എനിക്ക് പറ്റുമോ, എന്നെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതേ കൺഫ്യൂഷൻ 2016 എനിക്കുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്കാൽ ആളുകൾ വന്നത് എക്സ്ട്രാ വരുമാനത്തിലായിരിക്കാം, ഇല്ലെങ്കിൽ ഡ്രീം ഫുൾഫിൽ ചെയ്യാനൊക്കെ വന്നിരിക്കുന്ന ആളുകളായിരിക്കാം. കാരണം ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ വീട്ടിൽ വന്ന് വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ പരിചയപ്പെടുത്തിയ ആളുടെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ടുണ്ടാവും. 2016 ഈ ബിസിനസ് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് പൈസയുടെ ആവശ്യമില്ല. കാരണം ഇഷ്ടംപോലെ പൈസ കിട്ടുന്ന മേഖല ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ടൂൾസ് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനം, തൊഴിലിന്റെ ആദ്യത്തെ കടയാണ്. അവിടുത്തെ കടയും തിരക്കഥയും സംഭാഷണവും സംവിധാനമൊക്കെ ഞാൻ തന്നെ. കാരണം കട തുറക്കുന്നതും അവിടുത്തെ പണിയെല്ലാം ചെയ്യുന്നത് വേറൊന്നുമില്ല. ഇഷ്ടംപോലെ പൈസ കിട്ടുന്നു. വേറെ ആരെങ്കിലും ഇതറിഞ്ഞാൽ അടുത്ത കട വീഴും, എന്റെ കച്ചവടം കുറയും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഒന്നും അന്ന് പറയാതെ പയ്യെ പമ്മി ഇരുന്ന് പൈസ ഉണ്ടാക്കിയ ഇഷ്ടം വന്നു. ഈ സമയത്താണ് 2016 എന്റെ 2 സുഹൃത്തുക്കൾ കോട്ടയത്ത് ഈ ഓപ്പർച്യൂണിറ്റി വന്നത്. എനിക്ക് ഒന്നാമത് തന്നെ ഈ നല്ല ഡ്രസ്സിട്ട് നിൽക്കുന്ന ആളുകൾ കാണാൻ ഇഷ്ടമല്ല. ഫുൾ സ്ലീവ് ഷർട്ടും നല്ല ഗ്ലാമറുള്ള ആളുകൾ ഇഷ്ടമല്ല. എന്താ വെച്ചാൽ എന്റെ ചെറുപ്പം ഒടുക്കുന്ന ആളുകൾ ഭയങ്കര ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ആളുകളെ ഇഷ്ടമല്ലാത്തത്. ഈ ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് ഈ 2 സുഹൃത്തുക്കളും നല്ല എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഒന്ന് എന്റെ ഈ ഓപ്പർച്യൂണിറ്റി പറയുന്നത്. അവർ കയറി വന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ പിന്നെ ആ ഓപ്പർച്യൂണിറ്റി കേൾക്കുമോ എന്നത്തെ കാര്യത്തില്ല. എല്ലാവരും വളരെ കാര്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒഴിവാക്കാനുള്ള പല തന്ത്രപ്പാടും നോക്കി. എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 2 സുഹൃത്തുക്കളാണ് വന്നത്. കാരണം ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്ന കോട്ടയത്തെ 2 സുഹൃത്തുക്കളാണ്. അവരിന്ന് WTC റാങ്കിൽ കൊടുക്കുന്ന സിജി ജോസഫ് ആനിമേഷൻ നല്ല കൈ കൊടുക്കണം. അതെന്നിട്ട് കടയിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് പറഞ്ഞു തന്നു. ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ചുമത കളറുള്ള കുറെ പ്രൊഡക്റ്റ് മേടിച്ച് ഞാൻ കടയിൽ വെച്ചു. കുറച്ച് ഒരു കളർ ബ്രാഷ് മേടിച്ചു വെച്ചു. കഫ്നിയിൽ കുറച്ച് അധികം മേടിച്ചു വെച്ചു. മൾട്ടികാർഡ് മെട്രീഫർ അന്ന് പറയാൻ പോലും നാക്കൂർ മേടിക്കാൻ ഇതൊക്കെ മേടിച്ചു വെച്ചു. ഇത് എന്റെ ധാരണ എന്ന് വെച്ചാൽ ഇവര് വന്ന് പറഞ്ഞപ്പോ ഇവർ പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ ആളുകൾ എടുക്കും എന്നുള്ള ധാരണ എനിക്ക്. ഈ കടയിൽ ഈ സാധനം വന്നു, എന്റെ കടയിലെ കസ്റ്റമർ വരുമ്പോൾ ഇതെന്നാ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, ഇത് ബ്ലഡ് ശുദ്ധീകരിക്കാം, ചുമ വന്നാൽ മാറും. അതെ, ഇതൊക്കെ ചോദിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ കൂടി ചോദിക്കും, ഇത് എവിടെ നിനക്ക് കിട്ടിയത്, ഇത് ഞങ്ങൾ കഴിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ സമാധാനം പറയുമോ? ഇതൊക്കെയാണ് ചോദ്യം. ഒന്നാമതെ എടുത്തു വെച്ച സാധനം കൊടുക്കാനുള്ള പേടി നിൽക്കുമ്പോൾ ഒന്നാളെ പേടിപ്പിക്കുകയും ചെയ്യും. ഞാൻ ആ പരിപാടി നിർത്തി. ഇനി ഒരു പക്ഷേ എന്റെ കസ്റ്റമർ നഷ്ടപ്പെട്ടാൽ, എന്റെ കടയിലെ കസ്റ്റമർ നഷ്ടപ്പെടുന്നു തോന്നി, അതുകൊണ്ട് എനിക്ക് വളരെ ഇരിക്കട്ടെ. വൈകുന്നേര സമയത്ത് എന്റെ വൈഫ് എന്നെ സഹായിക്കാൻ വേണ്ടി വരും. ഈ സഹായിക്കാൻ വന്ന സമയത്ത് വൈഫ് എന്നോട് ചോദിക്കാറുണ്ട്, ഇതെന്താ, ഇത് ചുമ മാറുന്ന കഫ്നില് മൾട്ടികാർഡ് ബ്ലഡ് പീസ് അല്ലെങ്കിൽ കവലപ്രാസനൊക്കെ ഞാൻ എന്ത് ചെയ്യും, വൈഫിനോട് ഭയങ്കര ആവേശത്തോട് പറയും. കാരണം ഈ പൊറോട്ട അടിക്കുന്ന സമയത്ത് പൊറോട്ട തിരിച്ചടിക്കില്ല, അങ്ങനെ വൈഫിൽ പറയുന്ന സമയത്ത് ഞാൻ പറയും, വൈഫ് തലയാട്ടും. എന്നാലും കുറച്ച് ദിവസം അതിലിരുന്നപ്പോ നഷ്ടപ്പെടുത്തുന്ന ഫുഡ് സപ്ലിമെന്റാണ്, കഴിച്ചാൽ ഒരു കുഴപ്പമില്ല, ഇത് പണം കളയും, പൈസ കളയണ്ടെന്ന് എനിക്ക് കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എന്റെ വൈഫും ടെസ്റ്റായിട്ട് എനിക്ക് 5 കുട്ടികളുണ്ട്, 5 കുട്ടികളെ വെച്ചു. അങ്ങനെ ആദ്യത്തെ ഡ്യൂട്ടി തുടങ്ങിയത് കഴിക്കണം. വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ പുറത്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇവർ പറഞ്ഞ ആ ഒരു കാര്യം വെച്ചുകൊണ്ട് കളയത്തല്ലോ, പൈസ നഷ്ടപ്പെടുത്തുന്നുണ്ടോ നോക്കാണ് ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. പക്ഷെ അമേസിംഗ് റിസൾട്ട്. എനിക്ക് 5 കുട്ടികൾ, 2 കുട്ടികൾ ഇരട്ട കുട്ടികളാണ്. മാസം തികയാത്ത റിസൾട്ട് കുട്ടികളായതുകൊണ്ട് ഒരു മാസത്തിൽ ഒരു 3 ഓണത്തിൽ കൊണ്ടുപോകണം, അത് മസ്റ്റാണ്. എന്നാലും ആ കുട്ടികൾക്ക് ഈ കവലപ്രാസവും ഈ കഫ്നിലും ന്യൂട്രി ലൈഫൊക്കെ എന്ത് ചെയ്തു, ഞാൻ കൊടുത്തു. പിന്നീട് ഞാൻ ആ ചോദിക്കാറൊന്നുമില്ല.
പിള്ളേരത് കഴിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ 1-2 മാസം കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വന്നപ്പോഴാണ് എന്റെ തലക്കടിച്ചത്. പിന്നീട് ഈ ഉൽപ്പന്നങ്ങൾ കേൾക്കാൻ എനിക്ക് ഒരു പ്രയാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ ഞാനും എന്റെ പിള്ളേരെ കഴിച്ചതാണ് സൂപ്പർ സാധനം. അത്ര പറഞ്ഞു അന്നെനിക്ക് താ വെച്ചു എന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് തീർന്നു. എല്ലാ പ്രവർത്തനം ഞാൻ വിറ്റ് തീർത്തു. അപ്പോഴാണ് എനിക്ക് ശരിക്കും ശ്വാസം ശരിക്കും വീണത്. മേടിക്കുന്നത് സംഗതി എല്ലാം തീർന്നു. എന്റെ പൈസ കിട്ടി. പക്ഷെ പോയ പ്രോഡക്റ്റ് ബൂമറാങ് പോലെ തിരിച്ചു വരുവാണ്. കൊണ്ടുപോയ ആളുകൾ തിരിച്ചു കൊണ്ടതല്ല, പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടാൻ പറഞ്ഞു. ഇത് എന്റെ അച്ഛന് കൊടുത്തിട്ട് ബിജു കുറെ നാളായിട്ട് ഞങ്ങൾക്ക് ഓർക്കൂല, അച്ഛനും ഓർക്കൂല, ചുമയോട് ചുമ. ഈ പ്രോഡക്റ്റ് ഒരു ബോട്ടിൽ കഴിച്ചോളൂ, ഇത്ര റിസൾട്ട് കിട്ടി. ഇത് ചാച്ച മേടിച്ചോണ്ടാന്ന് ഞാൻ ഈ ബോട്ടിലേക്കായിട്ട് തൊടുപുഴയിലുള്ള ഒരു ഒട്ടുമിക്ക മെഡിക്കൽ സ്റ്റോറിൽ കെട്ടി സാധനം കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഇത് മേടിച്ച എന്റെ അടുത്തേക്ക് വരുന്നത്. എന്നോട് ചോദിച്ചു ഇത് എവിടുന്നാ മേടിച്ചത്? സൂപ്പർ സാധനമാണ്, എനിക്ക് ഓർമ്മ സ്ഥലമുണ്ട്. എന്റെ ഇല്ല. ഈ സമയത്താണ് എനിക്ക് കൊണ്ട് തന്നതിന്റെ ലീഡോട് ചോദിച്ചു നിങ്ങൾ ഇത് എവിടെ മേടിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോയമ്പത്തൂരിലാണ് മേടിച്ചത്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞു കുറച്ച് പ്രോഡക്റ്റ് വേണം. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ലേ ഈ പ്രോഡക്റ്റ് റീപർച്ചേസിംഗ് പ്രോഡക്റ്റ് ആണ്, അത് മേടിച്ച് കഴിഞ്ഞാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഉപയോഗിച്ച ആളെ ചോദിച്ചു വരും പറഞ്ഞില്ലേ കുറച്ചും മേടിച്ച് കടയിൽ വെക്കുക, റീറ്റെയിൽ കൊടുക്കും. എന്താണ് കട കൊണ്ട് വെച്ച പോലെ അങ്ങനെ റീറ്റെയിലാണ് ആരംഭിച്ചത്. ഹലോ, അങ്ങനെ റീറ്റെയിൽ തുടങ്ങി. പാർട്ട് ടൈം മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എനിക്ക് കടയിൽ വേറെ ഇല്ല. കടയിൽ വെച്ച് റീറ്റെയിൽ കൊടുക്കും. കൂടാതെ എന്റെ ലീഡർമാർ വന്ന സമയത്ത് ഞാൻ വൈകുന്നേര സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഇവരുടെ കൂടെ ഈ ഒരു ടീഷർട്ടും ലുങ്കി കൊണ്ട് കൊടുത്താണ് ഞാൻ കടയിരിക്കുന്നത്. ഇവരുടെ മുന്നിൽ വരുമ്പോൾ ഒരു നല്ല ഡ്രസ് കൊണ്ട് പോകണ്ടേ, പാന്റും ഷർട്ടും ഇന്നലെ ഞാൻ ഇട്ടിട്ട് വിട്ടു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്റെ കടയുടെ അകത്ത് വെച്ച് പുതിയ പാന്റ് ഷർട്ടും ഷൂ ഒക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു വണ്ടിയുടെ ഡോർ തുറന്നു വെക്കാൻ പറഞ്ഞു. ഡോർ തുറന്നു വെച്ചു. എന്നിട്ട് ഞാൻ അവിടെ വെച്ചു അപ്പുറത്ത് കൂടെ കടവുണ്ട്, അവരാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോന്ന് വെച്ചു. ശ്രദ്ധിക്കുന്നില്ല. എന്നാ ഡോർ തുറന്നു ഓടി ചെന്ന് ഞാൻ കടയിൽ വണ്ടി അടയ്ക്ക് വിട്ടോന്ന്. ഇടുക്കി ജില്ലയുടെ ബോർഡർ കഴിഞ്ഞാൽ വലിയ രാജാവായി. അതുവരെ നമുക്ക് പ്രശ്നമുണ്ട്. സുഹൃത്തുക്കളെ, ഇതേപോലെയുള്ള പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നു. കോട്ടയത്ത് എറണാകുളത്തേക്ക് ഉണ്ടായിരുന്നു. ഞാൻ 2016 വന്നു. 2013 ഈ ബിസിനസ് ചെയ്ത് 2016 എത്തുന്ന ഒരുപാട് ആളുകൾ അച്ചീവ്മെന്റ്സ്, നിരവധി നേട്ടങ്ങൾ. എന്താണെങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മേഖല എനിക്ക് വീടും വാഹനമൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ കിട്ടിയേക്കാം. പക്ഷെ സ്വപ്നമില്ലാതെ ലൈഫ് ഒരിക്കലും കിട്ടില്ല എന്നറിയാം. എനിക്കാണെങ്കിൽ ഒടുക്കുന്ന സ്വപ്നമുണ്ട്. അതനുസരിച്ച് വേണ്ടിയുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്നത് അതിനുള്ള പൈസ കിട്ടുന്നില്ല. എന്നാലും ഇന്നില്ലെങ്കിൽ നാളെ കിട്ടുമെന്ന പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മേഖലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പറ്റിയ വാഹനം 2016 എനിക്ക് വന്നത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു ഓൾറെഡി റെഡിയാണ്. അതാണ് കഴിഞ്ഞു. ഇന്ന് ഈ കമ്പനിയുടെ ഡബിൾ ITC അടുത്ത ആ ഒരു ഐഡിയകളെ ഏർക്കലേക്ക് അടുത്തടുത്ത് വരുന്നു. ഇത് ചിലപ്പം ഒരാൾ സെൻട്രൽ ഇരുന്ന് ഇങ്ങനെ പിടിക്കുന്ന ഒരു പാടങ്ങൾ വെക്കാൻ പോകും. മനസ്സിലായോ? മൂന്നാമത്തെ ഐഡിയും ITCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു TC ആവാൻ വേണ്ടി തറക്കി പറയാം. അപ്പോഴാണ് 3 ഐഡിയിൽ മറ്റേ ITC ആവുന്നത്. സാർ വേണമെങ്കിൽ ചക്ക വേണമെങ്കിൽ എന്നെ കളിയാക്കി ഒരു നിരുത്സാഹപ്പെടുത്തിയ ഒരു ഇഷ്ടംപോലെ ആളുകൊണ്ട് ഇന്നും ആ കളിക്കാരാണ്. അവർക്ക് മധുര പ്രതികാരമായിട്ട് ഇന്ന് ഞാൻ അവർക്ക് വേണ്ടുന്നില്ല. ഇപ്പോൾ ഡബിൾ ITC ആണ്. എന്നാൽ എനിക്കൊരു പാസ്റ്റ് ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ലീഡേഴ്സ് ഒക്കെ ഇവിടെ അച്ചീവ്മെന്റ്സ് പറയുമ്പോൾ അവർക്കൊരു പാസ്റ്റ് ഉണ്ടാവില്ലേ? അതല്ല, എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ഹലോ, ഇന്നിട്ട് ഗ്ലാമറൊക്കെ വെച്ച് സൂട്ടൊക്കെ ഇട്ടു. അതറിയുന്നില്ല. ഹലോ, കയ്യടി തലവാണെങ്കിൽ നടക്കേണ്ടത്. ഈ ടൂറിസ്റ്റ് കടയിൽ എന്റെ മെയിൻ പ്രൊഫഷൻ കോൺക്രീറ്റ് കെട്ടിക്കാം. കോൺക്രീറ്റ് കെട്ടിങ് അറിയാമോ? ഹൈവേല് റോഡിലേക്ക് തള്ളി നിൽക്കുന്ന ബ്രേക്ക് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. കാരണം എനിക്ക് സ്കൂളില് എന്നെ വിളിച്ചോണ്ട് തല്ലിപ്പൊടി സത്യം എനിക്ക് പണിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഇഷ്ടം പോലെ കാശ് കിട്ടും. ഒരു കെട്ടിടം പണിയാൻ 1 ലക്ഷം എനിക്ക് പൊളിക്കണമെങ്കിൽ 2 ലക്ഷം വന്നാലും അപ്പൊ ഇത് അങ്ങനെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ നന്നായിട്ട് അടിപൊളിയായിട്ട് പൈസ മേടിച്ച് കോൺക്രീറ്റ് കെട്ടി നിൽക്കുന്ന സമയത്താണ് ഈ ബിസിനസ് വന്നത്. ഇഷ്ടംപോലെ പൈസ കിട്ടുന്നതാണ്. പക്ഷെ ഈ ബിസിനസ് സ്ഥാപനം തുടങ്ങി ഒരു പൈസ ഇല്ല. അമ്മായിപ്പൻ്റെ കടം മേടിച്ചു, അളിയൻ്റെ കടം മേടിച്ചു,
വൈഫിനുണ്ടാകുന്ന സ്വർണ്ണമെല്ലാം കൂടെ വിറ്റു, പണയം വെച്ചിട്ട് ഇനി എടുക്കാന്ന് എനിക്ക് ഒറ്റ ഉറപ്പുണ്ട്. അതുകൊണ്ട് അതെല്ലാം കൂടെ വിറ്റു. ഇങ്ങനെ നല്ല ലൈബിലിറ്റിയിൽ ഒരു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, ഓടി കൊണ്ട് വെച്ചു. എന്നിട്ട് നല്ല ലൈബിലിറ്റിയിലാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം വലിയ കച്ചവടമൊന്നുമില്ല. 1 മാസം 2 മാസം മുന്നേ മനസ്സ് പഠിക്കാൻ തുടങ്ങി. കാരണം പലിശ കൂടുന്നു. ഇത് ഒരു പക്ഷേ എനിക്ക് ആധാരം എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കടം വീട്ടാൻ പറ്റുമോ എന്നൊക്കെ ആകെ കൂടെ കൺഫ്യൂഷൻ. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ആ ടെൻഷൻ. കച്ചവടം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ചെയ്തു, ഒരു കിട്ടുകയും ചെയ്തു. കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് പണിയായിരത്തിന് വാടകയ്ക്ക് പത്രത്തിൽ ഒരു പേപ്പർ വെച്ചു, 100 രൂപ വെച്ചു. 100 പേപ്പർ വെച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് നിൽക്കില്ല. ഒരു രക്ഷയും. ആദ്യം ചട്ടിയും തൂമ്പയും വാക്കത്തേക്ക് ഓടാനേക്കായിരുന്നു. പിന്നീട് അത് പവർ ടൂൾസ് ആക്കി. ആ പവർ ടൂൾസ് പിന്നെ ജാക്കറ്റ് ബാഗൊക്കെ ആയിട്ട് അത് കെട്ടിടം പണിയാനുള്ള എല്ലാ സാധനവും മേടിച്ചുകൊണ്ട് വലിയ ലൈബിലിറ്റി നിൽക്കുന്ന സമയത്താണ് മൈലസ്റ്റർ മാർക്കറ്റിംഗ് എന്റെ കയ്യിൽ വന്നത്. ഈ കട ഉണ്ടാകുമ്പോൾ ഞാനൊന്ന് വീട് കാണുന്നു. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, ഞാൻ കാണിക്കുന്ന സമയത്ത് ആരും ചിലപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ സ്റ്റെക്കായി നിൽക്കും. എവിടെ കൊണ്ട് കാണിച്ചാലും ഞാൻ കാണിക്കുന്നതാണ്. ഒന്നുമില്ല വീട്ടിൽ, നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി അതേ ഒന്നുമില്ല. ഒന്ന് ഓക്കെ വീഡിയോ ആണ്, നിങ്ങൾ കാണുന്നു. ഹലോ, ബാക്കിലേക്ക് കാണാമോ? ഹലോ, അങ്ങനെ ഒരു ഒറ്റ മുറി വീട്ടില് ഒരു കിടക്കാനൊരു കട്ടിലില്ല, ഇരിക്കാനൊരു ചെയറില്ല, ഊണ് കഴിക്കാനൊരു മേശയില്ല, ഒന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് മയ്യപ്പന്റെ കയ്യിലേക്ക് വരുന്നത്. സുഹൃത്തുക്കൾ, ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് മഴക്കാലമാണല്ലേ. ഹലോ, മഴക്കാലം. ഈ മഴക്കാല സമയത്ത് സാധാരണ വീട് ചോരുന്നൊക്കെ പറയാറുണ്ട് അല്ലെ. വീട് ചോരുന്ന നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും പാത്രം കൊണ്ട് വയ്ക്കും, ശരിയല്ലേ? ഇവിടുത്തെ പ്രത്യേകത ഇതിന്റെ ബാക്കില് ഇവിടെ ചോർത്തിട്ട് വെള്ളം ബാക്കില് ആ കിടക്കുന്ന സൈഡിൽ വരുമ്പോൾ രാത്രി ഒരു 12 മണി 13 മണിക്ക് ആകുമ്പോൾ മഴയൊക്കെ ആകുമ്പോൾ വെള്ളം വെച്ച് വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നോക്കും. ഇത് പിള്ളേരും മേത്തേക്ക് വരുന്നു. കാരണം 7 പേര് ഒരുമിച്ച് എങ്ങനെ അവിടെ കിടക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചവർക്ക് ഇത് ഞാൻ പറഞ്ഞ സമയത്ത് ആദ്യ സമയം എന്റെ ഉള്ളു തെങ്ങുമായിരുന്നു, എന്റെ കഴിവായിരുന്നു. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ നിന്ന് ആരും വന്നിട്ടില്ല. ചിലപ്പോൾ നല്ല ഡ്രസ്സായിരിക്കും വീട്ടിൽ, കാണാൻ ചന്തം ഉണ്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ സിറ്റുവേഷൻ നിങ്ങൾക്കറിയോ? ഞങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ വീട്ടിലോ ഇല്ലെങ്കിൽ വാടക കൊടുക്കാൻ പറ്റാതെ 5-ാം തീയതി 1-ാം തീയതി ഒക്കെ ആകുമ്പോൾ ആദ്യം പിടിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ നല്ല ആരോഗ്യവരല്ലേ? ഞങ്ങളോട് പറയുന്ന സത്യമല്ലേ വിളിച്ചു പറയുന്നത്? ഇങ്ങനെ വീട്ടിൽ നിന്നാണ് ഞാൻ വന്നെങ്കിൽ ഇത് റെഡിയായി വരുന്നു തോന്നുന്നു. ബാക്കി ഇത് വീഡിയോ ആണ്. എന്താണ് വീഡിയോ? വീഡിയോ പ്ലേ ആയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ അറിയണം, നിങ്ങൾ കാണുക. നോക്ക്, ഇന്ന് ഈ 5 കുട്ടികളുടെ ആ ഒരു രക്ഷ മൈ ലൈഫിൽ എനിക്ക് ഞാൻ ഇവിടെ മാറ്റപ്പെട്ട് പോയാൽ മൈ ലൈഫിൽ നടക്കില്ല എന്ന് പറഞ്ഞു. അത്രയും രക്ഷയാണ് എനിക്ക്. ഈ 5 കുട്ടികളുമായിട്ട് 2016 വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് എന്റെ വൈഫിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ പറയുക? നല്ലൊരു കട്ടില് വീട് കഴിക്കുമ്പോൾ അതാണ് നല്ല ചെയർ. ഇത് വലിയ എന്റെ ആ വരുമാനം ചെവിട്ടേക്കെടുത്ത് ഒരു വർഷം കഴിഞ്ഞ വൈഫ് പറഞ്ഞത് നമുക്ക് വാടക കൊടുക്കാത്ത വീട് മേടിക്കാൻ. വാടക കൊടുക്കാത്ത ഈ വാടക കൊടുക്കുന്ന 7-ാം തീയതി ആകുമ്പോൾ 1-ാം തീയതി പോലെ എന്നോട് പറഞ്ഞു കൊടുക്കും. കാര്യം പറഞ്ഞ ബിസിനസ്സിലേക്ക് പൈസ ഉണ്ട്, പക്ഷേ എനിക്ക് നല്ല ലൈഫിലേക്ക് ആയിട്ടും ഈ 7-ാം തീയതി ആകുമ്പോൾ പൈസ നോക്കുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഞാൻ ഈ ബിസിനസ്സിൽ കടന്നു. ഈ പ്രോഡക്റ്റ് ഇട്ടുകൊണ്ടാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം കുറച്ച് 27 കൊടുത്തു, പിന്നീട് കച്ചവടം കൊടുത്തു, വളരെ കുറച്ച് പ്രോഡക്റ്റ് ഇട്ടുകൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. കളിയാക്കിയവരും നിരുത്സാഹപ്പെടുത്തിയവരും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എന്റെ ആവശ്യം, ഞാൻ ആവശ്യക്കാരനാണ്, ഭയങ്കര അത്യാവശ്യക്കാരനാണ്. എനിക്ക് വീട് വേണം, വാഹനം വേണം, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഇതൊക്കെ എന്റെ ഉള്ളിലൊരു തിങ്ങിപ്പോ. കാരണം 5 കുട്ടികൾ എനിക്ക് ദൈവം ദാനമായിട്ട് തന്നപ്പോൾ എന്റെ സമൂഹത്തിൽ നിന്നും എന്റെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ ഭയങ്കര എളുപ്പമായി. ഹലോ, ഇവിടെ പിന്നെ മലപ്പുറംകാർക്ക് 5 ആണെങ്കിൽ 10 ആണെങ്കിൽ ഭയങ്കര സംഭവം. പക്ഷെ എന്റെ വീട്ടിൽ എനിക്ക് ഭയങ്കര എതിർപ്പായി. കാരണം ഒന്നും ഒരു പണിയില്ല. കല്യാണം കഴിക്കുന്ന സമയം ഒരു പണി, ഡ്രൈവറായിരുന്നു. അതിന് കിട്ടുന്ന വരുമാനം എന്താണെന്ന് വീട്ടുകാർക്കില്ല. എന്നെ ഞാൻ ചെറുപ്പത്തില് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്റെ ആ ഒരു സ്വപ്നം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ സ്വപ്നം കല്യാണം കഴിച്ചിട്ട് ആദ്യം നെറ്റപ്പിള്ളേർക്ക് ഉണ്ടാകും. ഭയങ്കര സന്തോഷമായിരുന്നു. കല്യാണം കഴിച്ചിട്ടില്ല, എന്റെ സ്വപ്നം അതായിരുന്നു. അതുകൊണ്ട് ഇരട്ട പഴമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ മേടിച്ചു.
എന്തോ ദൈവഭാഗ്യം ആദ്യം ഉണ്ടായത് നഷ്ടപ്പെടലാണ്. അപ്പൊ എന്റെ വീട്ടുകാർ പറഞ്ഞു നാം രണ്ട് നമുക്ക് രണ്ട് അത് നിർത്തിയേക്കാം തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, എനിക്ക് 6 കുട്ടികൾ വേണം, അതെനിക്ക് നിർബന്ധമായിരുന്നു. അത് ആദ്യ രാത്രി എന്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു, വൈഫ് തമാശയായിട്ടായിരുന്നു, ഞാൻ വളരെ സീരിയസ് ആണ്. രണ്ടാമത്തെ കുട്ടി, അപ്പം ആദ്യത്തെ 2 പെൺകുട്ടികളാണ്. വീട്ടുകാർ പിന്നെ വലിയ തരത്തിലാകാൻ കാരണം അഡ്രസ് വന്നല്ലോ, ഒരു ആൺകുട്ടി വേണം, അതുകൊണ്ട് വലിയ എതിർപ്പൊന്നും വന്നില്ല. രണ്ടാമത്തെ കുട്ടി ജനിക്കുന്ന സമയത്ത് ആൺകുട്ടിയാണ് ജനിച്ചത്, എല്ലാം സന്തോഷമായി. അപ്പൊ തന്നെ വീട്ടുകാർ ഒന്ന് നിർത്തിയേക്കാം, വൈഫ് ഞാനെടുത്ത് പോകും, ഞാൻ പറ്റില്ലാന്ന് പറഞ്ഞു. വൈഫ് കുറെ നിർവഹിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 6 കുട്ടികൾ വേണം, അല്ലാണ്ട് രക്ഷയില്ല. എന്താണെങ്കിലും കുറച്ച് എതിർപ്പാണെങ്കിൽ പോലും വലിയ എതിർപ്പ് എന്റെ വൈഫും വീട്ടുകാരും മാത്രമേ എതിർത്തോളൂ. അങ്ങനെ നിർത്തിയില്ല, വീണ്ടും പോകുന്നു. വീട്ടിൽ 4ാമത്തെ കുട്ടി ഉണ്ടായപ്പോ എല്ലാവരും ഇപ്പൊ നിർത്തി. അപ്പൊ എതിർപ്പ് വന്നത് അമ്മായിപ്പന്റെ അമ്മായിമ്മയുടെ അടുത്ത് എതിർപ്പ് വന്നു, വീട്ടുകാരും എതിർപ്പ് വന്നു, സമൂഹത്തിൽ കൂട്ടുകാരൊക്കെ ചോദിച്ചു നിനക്ക് നല്ല കൃഷിയാണെന്ന് ചോദിച്ചു. ഇതൊന്നും ഞാൻ നോക്കിയില്ല, കാരണം എന്റെ സ്വപ്നം എനിക്ക് 6 കുട്ടികൾ വേണം. എന്തായാലും ആ 5ാമത്തെ കുട്ടി ഉണ്ടായ സമയത്ത് 4ാമത്തെ കുട്ടി ഉണ്ടായ സമയത്ത് ഒരു പൈസന്റെ കയ്യില്ല. എന്റെ അമ്മായിമ്മ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എല്ലാവരും മനസ്സിൽ ഇപ്പോഴും ഒരിക്കലും ചില കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല. എന്നെ ആ വൈകുന്നേരം സമയത്ത് എന്നെ റൂമിൽ നിന്ന് വിളിച്ചോണ്ട് പോയിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പൈസ എന്തെങ്കിലും എന്റെ അടുത്ത് അമ്മായിമ്മ കൈ പിടിച്ചു പിടിച്ചു ഭയങ്കര സന്തോഷം. എന്റെ ചെയ്യുമെന്ന് പറയുന്നത് ബിജു കാണിക്കാൻ ശരിയല്ല. ഞാൻ പറയാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, പെണ്ണ് കെട്ടിച്ചത് ഞാൻ ഈ കാണിക്കാൻ ശരിയല്ല എന്നൊക്കെ ഒരേ ഒരു അമ്മായിമ്മ ഞാൻ തയ്യാറായില്ല. വാ കീറിയ ദൈവം അന്ന തരുന്ന ഉറപ്പുണ്ട്. എന്താണെങ്കിലും ഒരു കല്ലില് ആ ഒരു കല്ലിക്കലത്തിലേക്ക് ഒരു ഇച്ചിരി കൂടിയിട്ടാൽ മതി എനിക്ക് മനസ്സിലായി. എന്താണെങ്കിലും നിർത്തിയില്ല. അങ്ങനെ 5ാമത്തെ കുട്ടികളുണ്ട്. 5ാമത്തെ കുട്ടികളുണ്ടായപ്പോൾ ഒരാള് എന്താണ് പ്രൈവറ്റ് സ്റ്റേറ്റിൽ ഒരു പാരസെറ്റമോൾ വെച്ചാൽ മാറി. അപ്പൊ അവർ എടുത്തു, ഇതിപ്പോ നിർത്തിയേക്കും. ഞാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ പോയി ക്ലീനിങ് നടത്തി വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 5 കുട്ടികൾ 6 കുട്ടികൾ എനിക്ക് സ്വപ്നം കണ്ടു. 6 കുട്ടികളെ ദൈവം നൽകി. സുഹൃത്തുക്കളെ, അന്ന് പൈസയൊന്നും ഇല്ലായിരുന്നു, ഇന്ന് മൈലേജ് വന്നു, ഇഷ്ടംപോലെ. ഇത് ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് പോയി പറഞ്ഞതാണ്, ഞാനിന്ന് കോടീശ്വരനാണ്, എനിക്ക് 6 കുട്ടികൾ വേണമെന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ച ഏതെങ്കിലും കോളേജ് കൊടുക്കണം ആണല്ലോ. അപ്പൊ പൈസ പിള്ളേർ വേണം അല്ലേ? പൈസ ഉണ്ടായിട്ട് പിള്ളേരെ നിങ്ങൾ സൃഷ്ടിക്കാൻ നോക്കാതെ പൈസ ഇല്ലാത്തപ്പോ സൃഷ്ടിച്ചോ, പൈസ തന്നെ ഉണ്ടോ? ഇപ്പോഴത്തെ ലൈഫ് സ്വപ്നതുല്യമായ ലൈഫാണ്. ഈ ഞാൻ ഈ പ്രവർത്തനത്തോട് കടന്നെങ്കിൽ 1 വർഷക്കാലം 1.5 മാസക്കാലം പാർട്ടി മുഴുവൻ സമയ പ്രവർത്തനം 1 വർഷക്കാലം ഞാൻ ചെയ്തപ്പോൾ ഞാൻ മേടിച്ച് ഓടിക്കാൻ കൊടുത്തൊരു ഇന്നോവ കൃഷ്ണന്റെ വീട്ടിൽ ആ വാടക വീട്ടിൽ കളിക്കുമ്പോഴാണ് വണ്ടി മേടിച്ചത്. പല ആളും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല, കാരണം വാടക വീട്ടിൽ നിന്ന് നല്ല ഫുൾ സൂട്ടിൽ ഇറങ്ങി വന്ന മൈലേജ് കോടികളുടെ കണക്ക് പറഞ്ഞ് ഞാൻ ഏത് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ കച്ചവടം നടക്കാനില്ല. പക്ഷെ ഇതൊന്നും പറയാൻ നിന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, നാളെ വീടും അല്ലെങ്കിൽ മറ്റ് ഫെസിലിറ്റി ഒക്കെ മൈലേജിലൂടെ ഉണ്ടാവുന്ന 100% ബോധിക്കും. അങ്ങനെ മുന്നോട്ട് കുതിച്ചു. അത് ആദ്യത്തെ അച്ചീവ്മെന്റ് ഇന്നോവ കൃഷിയായിരുന്നു. ഈ വണ്ടിയൊക്കെ വന്നപ്പോ എന്റെ ടോട്ടൽ ചേഞ്ച് ആയിരുന്നു. എന്റെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ മാറി. കാരണം ഓടിക്കാൻ കുറച്ച വണ്ടി എന്റെ വീട്ടിൽ വന്നു തന്നത് വീണ്ടും മുന്നോട്ട് കുതിച്ചു. 2016 ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. 2017 ഇന്നോവ കൃഷി എടുത്തു. 2018 തൊടുപുഴ സിറ്റിയിൽ 1,30,00,000 വീട്ടിലേക്കാണ് മാറി. സുഹൃത്തുക്കളെ, നമുക്കറിയാം പല ആളുകളും ഇത് ആളെ പിടിക്കുന്ന പണി, ആളെ പറ്റിക്കുന്ന പണി എന്നൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോ ഇത് ആളെ പിടിക്കുന്ന പണിയല്ല, ആളെ പറ്റിക്കുന്ന പണിയല്ല. ഞാൻ ചെയ്യുന്ന പ്രൊഫഷനാണ്. ഒരു അഡ്വക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഡോക്ടർ ചെയ്യുന്ന ഒരു കാര്യം, ഒരു പ്രൊഫഷനാണ് ഞാൻ ചെയ്യുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ബിജു മാത്യു നിങ്ങളുടെ വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2019 മറ്റൊരു വീട്ടിലേക്ക് എനിക്ക് ഒരു വീട് മേടിച്ചു. ഈ വീട് കയറി താമസിക്കുന്നതിനാണ് കമ്പനിയുടെ പരമാവധി വരുമാനമായ 2,10,000 വീട് ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2019 മറ്റൊരു വീട് മേടിച്ചു. 2020 മറ്റൊരു വെഹിക്കിൾ മേടിച്ചു. ഇലക്ട്രിക് വെഹിക്കിളാണ്. 1,00,000 കിലോമീറ്റർ ഓടി. ഇപ്പൊ നമ്മൾ ഒരു പൈസ കൊടുക്കില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. കാരണം വീട്ടിൽ തോളാൻ ചെയ്തു. 1 വർഷമായിട്ട് 1,10,000 കിലോമീറ്റർ
നമ്മുടെ പ്രകൃതി ഊർജ്ജം കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു വാഹനം മേടിച്ചു. വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2021 നമുക്കറിയാം ഇടുക്കി ജില്ല എന്ന് പറഞ്ഞൊരു ഹൈലൈറ്റ് മേഖലയാണ്. അങ്ങോട്ട് കയറിപ്പോയ ചിലപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരികയും ഒരുപാട് താമസിച്ചു. അപ്പോൾ ചെയ്തു ഒരു സ്വർണ്ണമയമായ ഒരു താർ മേടിച്ചു. അതിന്റെ കാർപോർട്ട് കിടക്കുന്നുണ്ട്. വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2022 ആദ്യത്തെ അടി ഇന്റർനാഷണൽ ടീം കൊല്ലത്തേക്ക് മാറുന്നു. ആ കയ്യിൽ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ വെക്കുന്നത്. ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനത്ത് മീറ്റിംഗ് സെന്റർ തന്നാൽ നിങ്ങൾക്ക് കൈയടിയും അംഗീകാരം കിട്ടുന്ന റാങ്കാണ് ഇന്റർനാഷണൽ ടീം കൊല്ലം. ആ സമയത്ത് എനിക്ക് സിനിമ പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. സിനിമ അഭിനയിക്കുന്നത് ഏറ്റവും വലിയ ബുദ്ധി. ഈ ലോകം ഇതുവരെ കാണിച്ചില്ല. ആ ഒരു വാശി തീർത്തത് മൈ നെറ്റിൽ ഹലോ വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2022 ഇടുക്കി ജില്ല പിന്നോക്ക ജില്ലയിൽ നിന്നും എറണാകുളം ഏവിയൻ മോട്ടോഴ്സിൽ പോയി എനിക്കും വേണം ഒരു BMW എന്ന് അങ്ങനെ 2022 ഒരു BMW സ്വന്തമാക്കി. വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2021 ഡിസംബർ മാസത്തിൽ നമ്മുടെ നാട്ടിൽ പണിയെടുത്ത ഇന്ത്യൻ രൂപ UAE നിർമ്മിച്ചാക്കി മാറ്റിക്കൊണ്ട് ദുബായിൽ ഒരു സാറ്റ് മേടിക്കാൻ സഹായിച്ച കമ്പനിയാണ്. വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2023 എറണാകുളത്ത് ലുലുമാളും ഒപ്പനമാളും നടുക്ക് പ്രൗഡിന്റെ സാറ്റ് മേടിച്ചു. അത് അടുത്ത ഡിസംബറിൽ ഉണ്ടാക്കും. സുഹൃത്തുക്കളെ നിങ്ങൾ ഞാൻ കണ്ട വീട് കണ്ടല്ലോ. ഹലോ മലപ്പുറം ഞാൻ കണ്ട വാടക വീട് കണ്ടില്ലേ? ആ വാടക വീട്ടിലെ ഇരട്ട കുട്ടികൾ ഇന്ന് അവർ രണ്ടുപേർ പഠിക്കുന്നത് ഇത് ഓസ്ട്രേലിയയാണ്. ഹലോ ഇവിടെ ഇരിക്കുന്നത് ഗ്രഹണമാണ്. നിങ്ങൾ ചെയ്ത് ജോലി കൊണ്ട് കിട്ടാത്തവർക്ക് കിട്ടുന്ന വരുമാനം തൃപ്തരല്ലാത്ത ആരെങ്കിലും നിങ്ങൾ ഈ പ്രോഗ്രാമത്തിൽ വന്നിട്ടുണ്ട്. പുറത്ത് നിൽക്കുന്നവർക്ക് ആർക്കും ഈ ഓപ്പർച്യൂണിറ്റി വലിയ പറയില്ല സാർ. കൊടുക്കുന്ന പൈസയേക്കാൾ മൂല്യമുള്ള പ്രൊഡക്റ്റ് നിന്ന് അത് ഉപയോഗിച്ചാൽ ആരോഗ്യം നിന്ന് അത് വിറ്റാൽ ലാഭം കിട്ടും. ഞങ്ങളുണ്ട് സാറേ നിങ്ങളെ സഹായിക്കാൻ ഒരു പട്ടം ലീഡർഷിപ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കാലഘട്ടത്തിൽ നിങ്ങൾ തയ്യാറാക്കി 100% 2030 എന്നൊരു വർഷമുണ്ടെങ്കിൽ ഈ ഫോണിനകത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ സാർ വീടായി വാഹനമായി ഇത്രമായ ബാങ്ക് ബാലൻസായി. ഇനി എന്ത് ചെയ്യണം? ഇനിയിപ്പോ ഞാൻ എല്ലാ വർഷവും 2 ടൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ ഇതേ സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിലായി. കഴിഞ്ഞ ഡിസംബറിൽ എന്താണ് കുട്ടികളുടെ കൂടെ കുറച്ച് ദിവസം പോയി നിന്നു. വീണ്ടും തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം കഴിഞ്ഞ ഒരു 20 ദിവസം മുമ്പ് ചൈനയിലായി. ഹലോ സാർ ഞാൻ ചോദിച്ചിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചതല്ലേ? വിദ്യാഭ്യാസ യോഗ കുടുംബം ഇങ്ങനെയോ കാണാൻ ചത്തൊന്നും കമ്പനി ചോദിച്ചു. നിങ്ങളോട് പറയുന്നത് മൈ ലെഫ്റ്റ് മാർക്കറ്റിംഗ് ഇവിടെ ആരോഗ്യ പ്രവർത്തകർ അത് ഉപയോഗിച്ച് നോക്കിയതിനു ശേഷം നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണ്. ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നം വിൽക്കാൻ നിങ്ങൾ എന്തിനാണ് വഴിപിടിക്കുന്നത്? സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് കുടില വ്യവസായം കൊണ്ടുവന്ന പ്രോഡക്റ്റല്ല. കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആയുഷ് മന്ത്രാലയത്തിന് കീഴിലെ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രോഡക്റ്റാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ന് ഓരോ കുടുംബവും അനുഭവിക്കുന്ന വേദന ആരോഗ്യ പ്രശ്നമാണ്. എത്ര പണം മുടക്കിയിട്ടും നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഒരു 10, 40, 50 വർഷം പുറത്തു പോയാൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലും ഡയാലിസിസ് സെന്ററോ അല്ലെങ്കിൽ ഡയാലിസിസ് വാർഡോ ഡയാലിസിസ് യൂണിറ്റോ ഇല്ല. എന്നാൽ ഇന്ന് എല്ലാ ഹോസ്പിറ്റലിലും ഇതൊരു സാധാരണ വാർഡ് പോലെ അങ്ങ് വെച്ചേക്കും. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സ്വയം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ രോഗികളാകാതിരിക്കുക. അസുഖം വന്നിട്ട് മരുന്ന് മേടിക്കാൻ നല്ല പ്രിവെൻഷനാണ്. ആണല്ലോ സാർ? സാർ നമ്മുടെ പ്രോഡക്റ്റ് അത്ര പ്രാധാന്യം. നിങ്ങൾ അത് ഉപയോഗിച്ച പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ നമ്മൾ ജനിച്ച കാലം മുതൽ പറയുന്നതാണ് നല്ലതെന്നുള്ള കാര്യം നല്ലതാണ്. ഈ കാര്യം നിങ്ങൾ പറയാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് മൊബൈലിൽ നിങ്ങൾ കൊടുക്കുന്ന ടേണോവർ ഇവിടെ മോഹൻലാലും മമ്മൂട്ടിയും സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ പറഞ്ഞ് ഓരോ കമ്പനികളെ അവരുടെ ബ്രാൻഡാക്കി അല്ലെങ്കിൽ ബ്രാൻഡ് അംബാസിഡറായി നിന്നുകൊണ്ട് അവരുടെ പ്രോഡക്റ്റുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ബ്രാൻഡ് അംബാസിഡർ നിങ്ങൾക്ക് മൈ ലൈഫ് മാർക്കറ്റിംഗ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 2030 മുമ്പ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇവിടെ ഞാൻ നേടിയ നേട്ടങ്ങൾ ഇവിടെ ഓരോരുത്തർക്കും കമ്പനി തരും. കാരണം ഒരു മാസത്തിൽ 4 തവണ വരുമാനവും ആഴ്ച വരുമാനം സ്പോട്ട് വരുമാനം മാസ വരുമാനം എത്ര ചെലവാക്കിയാലും തീരാത്ത വരുമാനം ഒഴുകി നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തും. മൈ ലൈഫ് മാർക്കറ്റിംഗ് കമ്പനിയും ഇത് ചെയ്യുന്ന നിങ്ങൾ സുഹൃത്തുക്കളെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നാളുകളിൽ ഞങ്ങളെ പോലെ ആവും. ഇത് ഞാൻ ചെയ്യുന്നത് ഒരു വരുമാനം മാത്രമല്ല,
നമ്മുടെ രാജ്യം ഒരു സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് അല്ലെ? സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് ആണല്ലോ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായ ആരെങ്കിലും കൈവെക്കാം? ഒരിക്കലും കൈവെക്കില്ലെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ ആരുമില്ല അല്ലെ? പക്ഷെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് നമ്മളാണ് ആണല്ലോ. ശരിയല്ലേ? സ്വാതന്ത്ര്യം നമ്മൾ അനുസരിക്കുക. ഇതിന് പങ്കാളിയായ ആളുകൾ അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി എത്രയോ ആളുകൾ പട്ടിണി കിടന്നിട്ടുണ്ട്, എത്രയോ ആളുകൾ പോലീസ് സ്റ്റേഷൻ കിടന്നിട്ടുണ്ട്, എത്രയോ ആളുകൾ ഇതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. സുഹൃത്തുക്കളെ, നമുക്കറിയാം 140 കോടി ജനങ്ങൾ കണക്കിൽ 140 കൊണ്ട് അതിൽ കൂടുതൽ കഴിഞ്ഞു 140 കോടി ജനങ്ങളുണ്ട്. 1 കോടി ജനങ്ങളിലേക്ക് 2030 കൂടി നമുക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിനെ ഏറ്റെടുത്തു ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം വരുമാനം കിട്ടുകയും അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ 2030 കൂടി ഈ ഹോളിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളും 1000 രൂപ ഇല്ലെങ്കിൽ 140 കോടി ജനങ്ങളിൽ നിന്ന് 1 കോടി ജനങ്ങളിലേക്ക് ഈ വ്യവസായത്തിന്റെ പ്രാധാന്യം നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ 1000 രൂപ ആദായം നിന്ന് കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നാളെ ഇന്നലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു നമ്മുടെ രാജ്യം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയും 2030 നമ്മുടെ കുഞ്ഞുങ്ങൾ 2030, 35, 40 എത്തുമ്പോൾ നമ്മുടെ രാജ്യത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു സമ്പന്ന ഇന്ത്യയിലായിരിക്കും ജനിക്കുന്നത്. അതിന് ഒരു നിർണായക പങ്ക് വഹിക്കുന്ന ഓരോരുത്തരും ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുക, ആരോഗ്യം സംരക്ഷിക്കുക. അങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അത് തത്തുല്യമായ പ്രതിഫലം ഈശ്വരൻ ഞങ്ങൾക്ക് തന്നവർക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഒരു കത്തത്തിലേക്ക് അടക്കാം. ഇന്ന് നമുക്ക് വേണ്ടി ഓപ്പർച്യൂണിറ്റി പ്രസന്റ്